ഇന്ന് മുംബൈ കളി ജയിച്ചിട്ടും രോഹിത് ശർമ്മയ്ക്ക് വലിയ സന്തോഷമില്ല. കാരണം മുംബൈ ഓൾറെഡി പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി. ഇനി ജയിച്ചിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് രോഹിത് ശർമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. അടുത്ത വർഷം മെഗാ ഓപ്ഷനാണ്. രോഹിത് ശർമ്മ മുംബൈ ടീമിൽ നിന്ന് പോകുമെന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം ഡൗൺ ആയി. ഇന്ന് കളി ജയിച്ച ശേഷം വലിയ പ്രഖ്യാപനമാണ് രോഹിത് ശർമ്മ നടത്തിയിരിക്കുന്നത്. രോഹിത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി ജയിച്ച് രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കളി ജയിച്ചതിൽ സന്തോഷമുണ്ട്, പക്ഷേ മുംബൈ ടീം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു ടീമിനെ ഞാൻ മുൻപ് കണ്ടിട്ടില്ല. ഞങ്ങളെപ്പോഴും പ്ലേ ഓഫിൽ കയറാറുണ്ട്, ഇല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ച കളി കാഴ്ചവെച്ചിട്ടാണ് പുറത്താക്കാറ്. എന്നാൽ ഇപ്പോഴത്തെ മുംബൈ ടീം അങ്ങനെയല്ല, വളരെ മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. സൂര്യകുമാർ മാത്രമാണ് ഒന്ന് കളിക്കുന്നത്, അതുപോലെ തിലക് വർമ്മയും. ബാക്കി ആരും തന്നെ ഫോം ആവുന്നില്ല. ഇഷാൻ കിഷൻ ഓപ്പണിങ്ങിൽ ഫ്ലോപ്പാണ്. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഈ ഒരു സീസണിൽ പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ ടീമിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. മാനേജ്മെൻറ്റുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അടുത്ത സീസണിലും മുംബൈ ടീം ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്ക് ഈ ടീമിൽ കളിക്കാൻ സാധിക്കില്ല. അതുപോലത്തെ മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. അടുത്ത സീസണിൽ മുംബൈ ടീം പഴയതുപോലെ തിരിച്ചു വരുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. രോഹിത്തിനെ ക്യാപ്റ്റനായാൽ മുംബൈ ടീം അടുത്ത സീസണിൽ തിരിച്ചു വരും. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെയായിരിക്കും മുംബൈ ടീം. അല്ലെങ്കിൽ പിന്നെ പാണ്ഡ്യയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി സൂര്യകുമാറിനെ ക്യാപ്റ്റനാക്കണം. പാണ്ഡ്യ വരുമ്പോൾ താരങ്ങൾക്ക് തമ്മിൽ ഒരു ഐക്യമത്യമില്ല. എല്ലാവരും പരസ്പരം അടികൂടുകയാണ്. ബുംറയ്ക്കും പാണ്ഡ്യയെ ഇഷ്ടമല്ല, അതുപോലെ സൂര്യകുമാറിനും. അവസാനം തിലക് വർമ്മയും പാണ്ഡ്യയും തമ്മിൽ ചെറിയ വഴക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ അടിപിടിയാണ് മുംബൈ ടീമിൽ. പാണ്ഡ്യ പോയാൽ എല്ലാം സെറ്റാണ്. അതുകൊണ്ട് അടുത്ത സീസണിൽ ഒരുപക്ഷെ പാണ്ഡ്യയെ പുറത്താക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.